അസ്സലാമലൈക്കും. നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്കിറങ്ങിയത്. നല്ല രസമുള്ള കാഴ്ച. ഓക്കെ, തെങ്ങ്. പിന്നെ ഈ കാഴ്ചയൊക്കെ പണ്ട് വളരെ സുലഭമായിരുന്നെങ്കിലും ഇപ്പം ഇതൊക്കെ ഒരു അത്ഭുതമല്ലേ. അഥവാ നമ്മളെല്ലാവരും ഇപ്പം ഇത് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുമ്പോൾ ക്യാമറ എടുക്കൂലേ, ഫോട്ടോ എടുക്കൂലേ, സ്റ്റോറി ഇടൂലേ. കാരണം അത് അത്രക്കാണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഫ്ലാറ്റ്, റോഡ് മുതലായവയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും. പോരാത്തിന് ചളിയൊക്കെ പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ അതിലൊക്കെ ചാടി കളിച്ചത് രസമായി. ഇന്ന് കാലിന് ചളിയാക്കണ തന്നെ മടിയാണ്. പുറത്തിറങ്ങാത്തതുകൊണ്ടാകാം, സ്വാഭാവികം. പള്ളി കാണിച്ചരാ, പള്ളിയാക്കണം. പിന്നെ അത് മദ്രസയാണോ ഇത് ഇതാക്കണേ. ഇങ്ങനെ ചെറിയ 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 ചാലുകളും തോടുകളും കുളങ്ങളൊക്കെ കാണാം. ഔടക്കണ്ട് പോയാൽ കണ്ടില്ലേ, ഫുള്ള് നെല്ലിൻ്റെ കൃഷി ചെയ്യണ പാടങ്ങളാണ്. ഇവിടെ അതൊക്കെ തന്നെയാണ്. പക്ഷെ ടൈം അതല്ലാത്തതുകൊണ്ട് ഒക്കെ കളച്ച് കഴിഞ്ഞിക്കണിപ്പോൾ. എന്തായാലും ഇപ്പോഴത്തെ കൃഷി രീതികളൊക്കെ മാറിയില്ലേ. ഒരു കണക്കിന് അക്കാലത്ത് കൃഷി ഉണ്ടായതുകൊണ്ട് തന്നെയല്ലേ ജനങ്ങൾക്കിടയിൽ അത്ര ഐക്യവും സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടായി. കൃഷി സ്ഥലത്ത് തന്നെ നിസ്കരിക്കാൻ സ്ഥലം ഉണ്ടാകും, അതിൻ്റെ അടുത്തൊരു ചെറിയ കുളം ഉണ്ടാകും, അതിന് തന്നെ കുളിച്ചിക്കാണ്ടൊക്കെ നിസ്കരിച്ചിക്കാണ്ട് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് രാവിലെ ഇറങ്ങി വൈകുന്നേരം വീട്ടിൽ നല്ല ആരോഗ്യം ഉണ്ടാവുമല്ലോ മനുഷ്യർക്ക് അക്കാലത്ത് ആ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം കളക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും മെഷീനല്ലേ, അനങ്ങിയ മെഷീനല്ലേ ഇപ്പോഴത്തെ അടുത്ത്. വെള്ളം അടിക്കാൻ പോലും നമുക്കിപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പോലും മടിയാണല്ലോ നമ്മളാൾക്കാർക്ക്. എന്താ നമ്മൾ മോട്ടർ വെച്ചിക്കാണ്ടല്ല എന്നുവെച്ചാൽ രാവിലെ എണീറ്റിക്കാണ്ട് ഇപ്പോൾ ഒരു 2 ബക്കറ്റ് വെള്ളം കോരാൻ പോലും മടിയാണ് നമുക്കെല്ലാവർക്കും. മൊത്തത്തിൽ കൃഷി രീതികൾ, നമ്മൾ കൃഷി രീതി മാറി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ജീവിതം മാറി തന്നെയല്ലേ. ഞാനും എൻ്റെ വല്യപ്പ രാവിലെ എണീറ്റിക്കാണ്ട് ഈ വാഴത്തോട്ടത്തൊക്കെ ഇന്നെ വെള്ളം നനയ്ക്കാനും അതിന് താങ്ങച്ച് കൊടുക്കാനൊക്കെ കൊണ്ടുപോകും. ഇതാണ് കോളാട്ടം. പണ്ടൊക്കെ നല്ല രസമായിന്. മഴക്കാലമാകുമ്പോൾ എല്ലാവരും വരും, എല്ലാവരും കുളത്തിൽ ചാടും. ഒരു വൈബായിരുന്നു. മദ്രസൊക്കെ വിട്ട് നിൽക്കാണ്ട് കുളത്തിൽ ചാടിയിട്ട് പരിചയം. അല്ലെങ്കിൽ ഉമ്മാനോട് നൊളേച്ച് ചോദിക്കും, ഉമ്മ പോട്ടെ, കുളത്തൊക്കെ പോട്ടെ, ഉമ്മ പോട്ടെ. ഉമ്മാർക്ക് പേടിയാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഇന്നിപ്പോൾ ഇതാ ഉമ്മാരെ സമ്മതമുണ്ട്, കുളമുണ്ട്, വെള്ളമുണ്ട്. ആരെ പോണു? രീതികളൊക്കെ മാറി, ജീവിത രീതികൾ മാറി. ഒന്ന് ആലോചിക്കും. എന്നാൽ അഥവാ അക്കാലത്ത് കൃഷി ചെയ്യുമ്പോഴേ ഓരോന്നിനും അതിൻ്റേതായ രീതികളല്ലേ, മനസ്സിലായല്ലോ. നമ്മൾ ഒരു ടൈമിൽ കളക്കലേക്കാരം, മറ്റേ ടൈമിൽ കൊയ്യലേക്കാരം, അതിന് മരക്കലും കന്നുകൂട്ടും അതൊക്കെ നടന്നീന ഒരു സമൂഹം സന്തോഷത്തിൽ ജീവിക്കും. ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഒരുമിച്ച് വീട്ടിലേക്ക് പോകും. അതൊക്കെ നടന്നീന സ്ഥലമല്ലേ ഇതൊക്കെ. എടാ എന്താ അല്ലേ, കണ്ടില്ലേ അതൊക്കെ. പക്ഷെ ഇപ്പം തന്നെ നോക്കി, ഇപ്പം മതിലുകൾ വലുതായി, വീടുകൾ വലുതായി, കൃഷി ചെയ്യുന്നവർ കുറഞ്ഞു. അക്കാലത്ത് കൃഷി ചെയ്യുക, അവരെന്നെ അതെടുക്കുക, അവരെന്നെ ഭക്ഷണം ഉണ്ടാക്കുക. നല്ല ആരോഗ്യമുള്ള ഭക്ഷണം, പ്യുവർ ഭക്ഷണം, ആർക്കൊരു കുഴപ്പമില്ലാത്ത ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പം നമ്മൾ ആർട്ടിഫിഷ്യലാണ് മൊത്തത്തിൽ. അതിനനുസരിച്ചുള്ള അസുഖമുണ്ട്. അന്നത്തെ ആൾക്കാർക്ക് അസുഖമില്ലല്ലോ, കാരണം അധ്വാനിക്കുന്നുണ്ട്, അവർക്കുള്ള ഭക്ഷണം അവരുണ്ടാക്കുന്നുണ്ട്. അത് അങ്ങാടിയിൽ വിറ്റ് അതിനുള്ള ക്യാഷും ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള ക്യാഷൊക്കെ അവരുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്പൊക്കെ കർഷകരുടെ അവസ്ഥ തന്നെ എന്താണ്? ഇതിൽ ഞാനിന്ന് രാവിലെ കൂടി വന്നിട്ടുള്ളൂ. ഒരു ചെറിയ തോർത്തായിട്ട് പൂതിയായിട്ട് ഇതിൽ ചെറിയ 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 മീനുകളുണ്ടാവും. അവിടുന്ന് ഇങ്ങനെ ഒലിച്ച് വരുന്ന കുളത്തുനിന്ന്. കുളം പള്ളീൻ്റെ ഉള്ളിലാണ്. കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു. അവിടുന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ട് മൊത്തത്തിൽ വൈബാണ്. രാത്രിയൊക്കെ നല്ല തണുപ്പാട്ടോ, മനസ്സിന് സമാധാനമാണ്. മൊത്തത്തിൽ കൃഷി മാറിയതോടെ ആ ഐക്യം പോയി, ആരോഗ്യം പോയി, ജീവിത മാറ്റങ്ങൾ പോയി.
അവരെല്ലാവരും അവരുടെ വീട്ടിൽ ഒതുങ്ങിക്കൂടി. അതൊക്കെ ഒരു കൃഷിന്റെ വൈവിധ്യങ്ങളിൽ ഉണ്ടായതല്ലേ, സംശയിക്കാണ്ടോ അല്ലേ? എല്ലാം തിരിച്ചു വരുമോ? ഇല്ലല്ലോ. കാരണം ആളുകൾക്ക് ഇപ്പൊ സമയമില്ല, അതിനുള്ള സംവിധാനങ്ങൾ വന്നു. അപ്പൊ അതിനും വലുതാണ് ആളുകൾ ചിന്തിക്കുന്നത്. ആരോഗ്യകരമായ ഭക്ഷണം എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് ഉണ്ടാക്കും. ഇനി ആരും വന്ന് കൃഷി ചെയ്യാൻ നിൽക്കൂല. നമ്മുടെ നബിതങ്ങളൊക്കെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന എത്ര ഹദീസുകളാണ് ഉള്ളത്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ വീണ്ടും ഇത് ഇറങ്ങിയാല് ഒരു 2 സെന്റ് ഭൂമിയിൽ അവനാര് വീട്ടിക്ക് വേണ്ടത് വെച്ചുണ്ടാക്കിയാൽ അത്ര നല്ലതല്ലേ? ആരോഗ്യം ഉണ്ടാവൂലേ? പഠിച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.